നമസ്കാരം. രാവിലെ ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇന്നലെ നടന്നിട്ടുള്ള ഒന്ന് രണ്ട് സംസാരങ്ങളും അതുപോലെ ഇന്ന് നടക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഏത് സമയത്തും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ലൈവ് പോലെ തന്നെ സംസാരിക്കാമെന്ന് കരുതുന്നത്. ഞാൻ പോക്സോ കേസുകളിൽ, വ്യാജ പോക്സോ കേസുകളിൽ ഇരയാക്കപ്പെടുന്നവർക്ക് വേണ്ടി ഇടപെടാറുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അതിൻ്റെ ചില കഥകളൊക്കെ ഞാൻ പുറത്തേക്ക് പറയാറുണ്ട്. എല്ലാ കഥകളും പറയാറില്ല, പക്ഷേ ചില കഥകളൊക്കെ ഞാൻ പുറത്തേക്ക് പറയാറുണ്ട്. പറയാൻ കാരണം ഒരു പക്ഷേ ഇതുപോലെ നിരാലംബരായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്കൊരു സഹായം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ബന്ധപ്പെട്ടെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. ഇതുവരെ എത്ര കേസുകൾ ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ കണക്കൊന്നുമില്ല. ചിലപ്പോൾ കള്ളക്കേസ്, മിക്കവാറുമുള്ള 90% കേസുകളും കള്ളക്കേസുകളാണ്. ഈ പോക്സോ കേസുകളിൽ നല്ല കേസുകൾ കൊടുക്കാറില്ല ആൾക്കാരും. അതായത് ശരിക്കുള്ള കേസുകൾ മിക്കവാറും മൂടി വയ്ക്കാറാണ് പതിവ്. ആരും അറിയണ്ട, സംഭവിച്ചു, ഇനി അതിൻ്റെ ഒരു ഭാവി കളയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിമാനമോ ദുരഭിമാനമോ കൊണ്ട് അവരത്തരം കേസുകൾ മൂടി വെച്ചുകൊണ്ട് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവനെ ഇഞ്ച പോലെ ചതച്ച് അവനും പരാതി കൊടുക്കില്ല. അത് അവിടെ കൊണ്ട് തീർന്നല്ലോ, പിന്നെ ഒരു 10-60 വർഷം ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വന്നില്ലല്ലോ എന്നൊക്കെ കരുതും. പിന്നെ വളരെ ബ്രൂട്ടലായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ കുട്ടികളെയൊക്കെ പീഡിപ്പിച്ച കേസുകളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് 4 പേർ അറിയണം, അവൻ നരയിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അത് കേസിന് പോവുകയും ചെയ്യും. അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടാറില്ല. വരാറുണ്ട് നമ്മളടുത്ത്, പക്ഷെ അത് ജെനുവിൻ കേസാണെന്ന് മനസ്സിലാകുമ്പോൾ പോയി പണി നോക്കും. നീ ചെയ്തതിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണമെന്ന് തന്നെ ഞങ്ങൾ പറയാറുണ്ട്. അതായത് മനസാക്ഷിയൊന്നും നോക്കാറില്ല. എന്നാൽ മറ്റു ചിലരുണ്ട്, കുടുംബ തർക്കങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, ഫാമിലിയിൽ മറ്റ് ഇഷ്യൂസ് കാരണം ഇവനെ ഒന്ന് ശരിയാക്കണം എന്ന് കരുതി പോക്സോ കേസിൽ പെടുത്തുന്ന, അതായത് ഒരു പോക്സോ കേസും കൊടുക്കും. കുട്ടി മൊഴി കൊടുത്തു കഴിഞ്ഞാൽ കേസാണല്ലോ. അങ്ങനെ കേസിൽ കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒട്ടനവധി ആൾക്കാർ, കുടുംബക്കാരും അല്ലാത്തവരുമായിട്ടുള്ള കേസുകളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതിൽ ഇപ്പോൾ അവസാനം ഇടപെട്ട കേസുകൾ ഏകദേശം 1 മാസം മുമ്പാണ് ഒരു കേസിൽ വിധി വന്നത്. 2 പ്രതികളുണ്ട്, 2 FIR ആണ്. അതിൽ ഞാൻ ഇടപെട്ട കേസിൽ കോടതിക്ക് ബോധ്യമായത് കള്ളക്കേസാണ്, ഫാബ്രിക്കേറ്റഡ് ആണെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ട് അത് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്, വെറുതെ വിട്ടിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പുള്ള കേസുകൾ, മിക്കവാറും എല്ലാ കേസുകളും വെറുതെ വിട്ടിട്ടുണ്ട്. ചിലതൊക്കെ വിചാരണ നടക്കുകയാണ്. ഒരു മാഷയുടെ കേസ്, അതുപോലെ മറ്റൊരു നടന്റെ കേസും ഒക്കെ അത്തരത്തിലുള്ള ഉപദേശം കൊടുത്തിട്ടുള്ളതുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും നിങ്ങളെന്താ ഞങ്ങളെ വിളിക്കാത്തത്, നിങ്ങളെന്താ ഞങ്ങളുടെ കാര്യങ്ങൾ അന്ന് ചെയ്ത് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കൈകാര്യം ചെയ്തെന്ന് ചോദിച്ച് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയുന്നത് എനിക്ക് സൗകര്യമില്ല എന്നാണ്. എനിക്കിതിന് സൗകര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക, നിങ്ങളെ സഹായിക്കാനാണ്. അല്ലെങ്കിൽ ഇതുപോലെ ആപത്തിൽപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ ഞങ്ങൾ റെഡിയാണ്. പക്ഷേ ഞങ്ങളെ സഹായിക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ നടക്കാൻ എന്നെ കിട്ടില്ല, എന്നെ എന്നല്ല ഞങ്ങളുടെ ടീമിന് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുക, നിങ്ങൾക്ക് അത് ചെയ്യാം. ഇതിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണമുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് ഒരു കേസിൽ ഞാൻ ബന്ധപ്പെട്ടിട്ട് അത് കള്ളക്കേസാണെന്ന് മനസ്സിലാക്കി. അതിന് സർക്കാർ രേഖകളിൽ തന്നെ ഉണ്ട് അത് കള്ളക്കേസാണെന്നുള്ളത്. ആ രേഖകളൊക്കെ എടുത്ത് RTI പ്രകാരം ആ രേഖകളെല്ലാം എടുത്തത് കോടതിയിൽ വെച്ച് ആളിന് ഏതാണ്ട് 90 ദിവസത്തേക്ക് ഉള്ളിൽ ജാമ്യം കിട്ടാത്ത കേസിൽ 12 ദിവസത്തിനുള്ളിൽ ജാമ്യം എടുത്ത് പിന്നെ അത് കോടതിയിൽ കൊണ്ടുവന്ന് രേഖകൾ കൊടുത്ത് സാക്ഷികളെ പോലും വിസ്തരിക്കുന്നതിന് മുമ്പ് കോടതിക്ക് മനസ്സിലായി ഇത് വ്യാജ കേസാണ് എന്നുള്ളത്. അങ്ങനെ നിങ്ങളെ വെറുതെ വിട്ടേക്കുന്നുള്ള വിധിയും പ്രഖ്യാപിച്ചു. പക്ഷെ ഇതിനിടയിൽ ഇവരെ ഞാൻ സഹായിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ, അതായത് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നു, കൃത്യമായ കാര്യങ്ങൾ കൊടുക്കുന്നു, രേഖകൾ എടുക്കാൻ സഹായിക്കുന്നു, തെളിവുകൾ കോടതിയിൽ എത്തിച്ചു കൊടുക്കാൻ സഹായിക്കുന്നു, അവരുടെ ഗൂഢ ഉദ്ദേശം പൊളിയും, അവരുടെ എന്തിനാണോ അവർ പോക്സോ കേസ് കൊടുത്തത് ആ ഉദ്ദേശം നടക്കില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോൾ എൻ്റെ പേരിൽ അവർ കള്ളക്കേസ് കൊടുത്തു. എൻ്റെ പേരിലാണ് കള്ളക്കേസ് കൊടുത്തത്. ഞാൻ പോക്സോ കേസ് പ്രതിയെ സഹായിക്കുന്നു, പിന്നെ അതുപോലെ സാക്ഷിയെ മൊഴിമാറ്റം എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്ത പരാതിക്കാരി ഉണ്ടല്ലോ, അവരെ മൊഴിമാറ്റാൻ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ പേരിൽ മറ്റൊരു കേസ് ഫയൽ ചെയ്തു. അതിന് കാരണമുണ്ട്. ഈ പരാതിക്കാരി കുറച്ച് ദൂരെയാണ്, ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ കുറച്ച് ദൂരെയാണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് അറിയാം, ചില ദിവസങ്ങളിൽ വൈകുന്നേരം വരെ വീഡിയോ ഉണ്ടാകാറില്ല. അതിൻ്റെ കാരണം
ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നതാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് ഓടി ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കല് ഒരു കുടുംബ സംഗമത്തില് 1 മണിക്കൂർ വളരെ നിർബന്ധിച്ചിട്ടാണ് അത്രയും ദൂരെ പോയി ക്ലാസ് എടുത്തത്. ഞാൻ ക്ലാസ്സിന് പോയി. പേഴ്സണാലിറ്റി അനാലിസിസിന്റെ 1 അവർ തരണം എന്ന കുടുംബം ഒന്നടങ്കം ആവശ്യപ്പെട്ടതുകൊണ്ട് ആ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുക്കാൻ അവിടെ പോയതാണ്. എൻ്റെ കഷ്ടകാലത്തിന് അവരുടെ വീട്ടിൻ്റെ അടുത്തായിരുന്നു ഈ ക്ലാസ് നടന്നത്. ഞാനതറിയില്ല. ഞാൻ ക്ലാസ്സൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു. ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞ സമയത്ത് അതിന്റെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ഒരു കോൾ വരുന്നു, നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ സ്റ്റേഷൻ വരെ വരണമെന്ന്. അന്വേഷിച്ചപ്പോഴാണ് പരാതിക്കാരിയുടെ ഡീറ്റെയിൽസ്. ഞാൻ പറഞ്ഞ പരാതിക്കാരിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോട്ടീസ് അയക്കും, ഞാൻ വന്നോളാം, എനിക്ക് ആരാണ് എന്താണെന്ന് അറിയില്ല, കാരണം ഞാൻ ആ ദേശത്ത് വരേണ്ട ഒരു ആവശ്യമില്ല, ആകെ വന്നിട്ടുള്ളത് ഇന്ന ആവശ്യത്തിനാണ്, അപ്പോൾ എനിക്ക് എന്താ കേസെന്ന് അറിയണം എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നപ്പോൾ ഞാൻ പരാതിക്കാരി ഇന്നാളാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കേസിന് ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവർക്ക് ഞാൻ അവിടെ വന്ന ദിവസം നോക്കി അവർക്കെതിരെ അതിക്രമം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് കൊടുത്തത് എന്ന് ഞാൻ പറഞ്ഞത് പോലീസുകാർക്ക് മനസ്സിലായി. അവരുടെ അന്വേഷണത്തിൽ ഞാൻ എന്തിനു വന്നു എന്നും എപ്പോൾ തിരിച്ചു പോയെന്നും ആരാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്തതെന്നും റെയിൽവേ സ്റ്റേഷനിൽ ആരാണ് എന്നെ തിരിച്ച് യാത്ര അയച്ചതെന്നും അതിനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആരാന്നൊക്കെ അവർക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും ഒരു പോക്സോ കേസ് എന്നെ സഹായിച്ചെന്നോ അല്ലെങ്കിൽ അതുപോലെ ഒരു വനിത കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോലീസുകാർ നിസ്സഹായരാണ്. അവർ കേസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ്. അപ്പോൾ അത്തരത്തിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു കേസ് അവർ ഫയൽ ചെയ്തു. ആ കേസ് നിങ്ങൾ കോടതിയിൽ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. കള്ളക്കേസാണല്ലോ, കോടതി തെളിയിക്കാമല്ലോ. ഇന്ന് ഞാൻ ആ കേസും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതായത് ഞാൻ ബന്ധപ്പെട്ട കേസിൽ ആ ബന്ധപ്പെട്ട ടീമിന്റെ കേസ് വെറുതെ വിട്ടു. അതായത് ശരിക്കും പോക്സോ കേസ് പ്രതിയുടെ കേസ് അത് വ്യാജ കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടു. പക്ഷെ അവർ സഹായിക്കാൻ പോയതിന്റെ പേരിലുള്ള കേസ് ഉണ്ടല്ലോ, ആ കേസ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക. പക്ഷെ ആ കേസിന്റെ ഡേറ്റ് എന്താണെന്നോ ആ കേസ് എവിടം വരെ ആയെന്നോ കാര്യങ്ങൾ ഒരു ഈച്ച പോലും എന്നോട് ചോദിക്കുന്നില്ല. അതായത് ആർക്ക് വേണ്ടിയാണോ ഞാൻ നിന്നത് അവർ പോലും അത് അന്വേഷിക്കുന്നില്ല. ആരും തന്നെ അന്വേഷിക്കാതെ എൻ്റെ നാട്ടിലും എൻ്റെ സാഹചര്യങ്ങളിലുമെല്ലാം ഞാൻ അന്യനായി വേണ്ടാത്തവനായി നിൽക്കുകയാണ്. അതായത് അത്രത്തോളമായി എന്നെ സഹായിക്കാൻ വന്നവർ എൻ്റെ നാട്ടിൻ്റെ ചുറ്റുവട്ടത്തുമുള്ളവർക്ക് പറ്റാത്ത ആൾക്കാരായതുകൊണ്ട് എൻ്റെ നാട്ടുകാർ ഒന്നടങ്കം എന്നെ മാറ്റി നിർത്തിയേക്കാണ്. എന്ന് പറയുമ്പോൾ അവരാണ് സഹായിക്കേണ്ടത്. അവരുടെ നാട്ടിലുള്ള ഒരു കള്ളക്കേസിൽപ്പെട്ട ഒരു വ്യാജ കേസിൽപ്പെട്ട ഒരു സാധു, ആ സാധുവിന് മിനിമം ഒരു 40-60 വർഷം ശിക്ഷ കിട്ടേണ്ട കേസ് ഇല്ലാതാക്കി അവനെ വെറുതെ വിട്ടൊരു കേസിൽ ആരുമില്ലാതിരുന്നപ്പോൾ സഹായിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അയാളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്ന് ചിന്തിക്കേണ്ട സ്ഥാനത്ത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ അയാളെ സമീപിച്ച് എന്തിന് എന്ന് ചോദിക്കുക. ജാമ്യം എടുത്തില്ലെങ്കിൽ അകത്തു പോകുന്നറിയാമല്ലോ, അത് പെറ്റി കേസാണെങ്കിലും 500 രൂപ ഫൈൻ അടിച്ചിട്ട് 1 ദിവസം ശിക്ഷിക്കുന്ന കേസാണെന്നുണ്ടെങ്കിലും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ജാമ്യം എടുത്തില്ല എന്നുണ്ടെങ്കിൽ അകത്തു പോകും. അപ്പോൾ എനിക്ക് ജാമ്യം എടുക്കാനും ആളില്ലായിരുന്നു, എനിക്ക് കേസ് പറയാനും ആളില്ലായിരുന്നു. എൻ്റെ വക്കീൽ, ഞാൻ ഏർപ്പെടുത്തിയിരുന്ന വക്കീലാകട്ടെ സാമ്പത്തികമായിട്ട് അയാളെ തകർന്ന് ഏതോ ആർക്കൊക്കെയോ വേണ്ടി സഹായിക്കാമെന്നൊക്കെ ഏറ്റവും അവസാനം ആ പൈസ ഇടപാട് നടത്തിയ ആൾ മുങ്ങിയിട്ട് അയാൾക്ക് പോകേണ്ടി വന്നു. പിന്നെ പകരം എനിക്ക് വക്കീലിനെ വെക്കാനോ അല്ലെങ്കിൽ എനിക്ക് ജാമ്യക്കാരൻ ഉണ്ടാക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. കാരണം നമ്മളൊരു വലിയ കൊമ്പത്ത ആളൊന്നുമല്ല. അങ്ങനെ ആ സമയത്തെ കാര്യം അറിഞ്ഞു, ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ അതിന് സഹായിച്ചത് എൻ്റെ ഈ നാട്ടുകാർക്ക് പറ്റാത്തൊരു ടീമാണ്. അല്ലെങ്കിൽ ഞാൻ അകത്തു പോകുന്ന കണ്ട് ഞാൻ ഇടപെട്ടതിന്റെ സത്യസ്ഥിതി അറിയാവുന്ന ഒരു കൂട്ടർ എനിക്ക് വേണ്ടി ഇറങ്ങി. അവർ ജാമ്യക്കാരെ വെച്ചു, ഒരു എന്നെ ജാമ്യത്തിലെടുത്തു. അതുപോലെ എൻ്റെ കേസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആർക്ക് വേണ്ടിയാണോ ഞാൻ ഇറങ്ങിയത് അവരെൻ്റെ കേസ് ഏതുവരെയായി എന്തായി എന്ന് ഇതുവരെ ചോദിക്കുന്നുമില്ല. എൻ്റെ നാട്ടുകാരിൽ നിന്ന് എനിക്കൊരു നല്ല സമീപനവുമില്ല. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങോട്ട് കയറി ഇടപെടില്ല എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും മനസ്സും മനസാക്ഷിയും ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കള്ളക്കേസുകളാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ അത് സൈക്കോളജിക്കലി എനിക്ക് മനസ്സിലാവുമ്പോൾ ഞാനൊന്ന് അന്വേഷിക്കുമ്പോൾ അത് ശരിയാണ്, അത് കള്ളക്കേസാണ്, വ്യാജ കേസാണ്, വ്യാജ പോക്സോയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കിയാൽ പിന്നെ എന്തിനു വേണ്ടിയെന്ന് കൂടി ഞാൻ അന്വേഷിക്കാറുണ്ട്. എന്തിനു വേണ്ടിയെന്ന് കുറച്ചുകൂടെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടും. ഇങ്ങനൊരു വിഷയമാണ്, നിങ്ങളെ സഹായിക്കാൻ ആളുണ്ടാവില്ല എന്നറിയാം, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, നമ്മൾ വേണ്ട സഹായം ചെയ്തുതരാം എന്ന് പറയും. ഇനി അതിന് വക്കീലിനെ ഏർപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ 100% അവർ സഹായിക്കുന്ന വക്കീലിനെ പോലെ ഒന്ന് വെക്കും. ഇപ്പം നവീൻ ബാബുവിന്റെ കേസിൽ ഹൈക്കോടതിയിൽ ഹാജരായ വക്കീലിനെ പോലെയല്ല, അവസാനം കാലുമാറുന്ന വക്കീലിനെ പോലെയല്ല. ശരിക്ക് അവരെ നിരപരാധിയാക്കി കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള വക്കീലന്മാർ, സത്യസന്ധമായി കേസ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന വക്കീലന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതില് അവരെയൊക്കെ നമ്മൾ ബന്ധപ്പെടുത്തി കൊടുക്കും. മാന്യമായ ഫീസിൽ എന്ന് പറഞ്ഞാൽ കൊല്ലാത്ത ഫീസിൽ അവരെയൊക്കെ ആ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കും. കാരണം ഈ വ്യാജ കേസിലും ഫാൾസ് മെമ്മറി സിൻഡ്രോത്തിലും ഒക്കെ വളരെ വിഷമിക്കുന്ന കുറെ ഈ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അവരൊന്നും അന്യം നിന്ന് പോയിട്ടില്ല.
അപ്പോൾ അവരെയൊക്കെ സഹായത്താലാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ മറ്റുള്ളവരായിട്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് കേട്ടോ, നമ്മൾ ഹെൽപ്പ് ചെയ്യാം എന്ന് ബന്ധപ്പെടുമ്പോൾ പിന്നെ നമ്മൾ അവരെ വിളിച്ചുകൊണ്ടിരിക്കണം. ആ വിളിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി പറ്റൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ വരിക, നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാത്തിക്കണ്ട. നിങ്ങൾ ജയിലിൽ പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരപരാധിയാണ്, നിങ്ങൾ ജയിലിൽ കിടക്കുകയാണെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പിണ്ണാക്കും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ പോയി കിടക്കേണ്ടി തന്നെ വരും. അതുകൊണ്ട് ആരും നമ്മൾ സഹായിക്കും, അങ്ങോട്ട് വിളിച്ച് സഹായിക്കും എന്ന് കരുതിയിട്ട് ആരും കാത്തിക്കേണ്ടതില്ല. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പണം മുടക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാൻ റെഡിയാണ്. അല്ലാതെ ഞങ്ങളുടെ കയ്യിലെ പൈസ മുടക്കി മറ്റുള്ളവർക്ക് വേണ്ടി കള്ളക്കേസിൽ കുടുങ്ങി നിങ്ങളുടെ പിന്നാലെ നടന്ന് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയാൻ ഞങ്ങളില്ല. അങ്ങനെ കരുതണ്ട. ഞാനിത് ഒരുപാട് കോളുകൾ വന്നപ്പോൾ ആ കോളുകൾക്കെല്ലാം ഒരു മറുപടിയായി എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ യൂട്യൂബിൽ ഞാൻ നാളെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാൻ വിശദമായി പറയാം. ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു വെക്കുകയായിരുന്നു. അപ്പോൾ ആ കാര്യമാണ് ഞാൻ പൊതുവായി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കേസും മറ്റു കാര്യങ്ങളുമായി ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞങ്ങൾ വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞങ്ങൾ സഹകരിക്കില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സൗകര്യമില്ലാഞ്ഞിട്ടാണ്. കാര്യം നിങ്ങൾ ജയിലിൽ കിടക്കുന്നതിന് ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾക്കൊന്നും വരാനില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് പോയി, നിങ്ങളുടെ കുടുംബക്കാർക്ക് പോയി, മറ്റെല്ലാവർക്കും പോയി. മനസാക്ഷി എന്നതൊക്കെ ഞങ്ങൾ നാലാക്കി മടക്കി വെച്ചേക്കാണ്. ഞങ്ങളെ സമീപിച്ച് ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളെയും കൂടെ സംരക്ഷിച്ച് നിൽക്കുന്നവരെ മാത്രമേ ഞങ്ങൾ സഹകരിക്കുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നു എന്നുള്ള കാരണത്താൽ എന്തെങ്കിലും ഞങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ കേസ് തീരുന്നത് വരെ, അല്ലെങ്കിൽ ആ വിഷയം തീരുന്നത് വരെ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് നിങ്ങൾ കൂടെ നിങ്ങൾ രക്ഷപ്പെട്ട് പുറത്തു വരുന്നത് വരെ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ നിൽക്കണം. എൻ്റെ ഈ ഗതി ഉണ്ടല്ലോ, എൻ്റെ ഈ ഗതി കേരളത്തിലെ മുഴുവൻ ആൾക്കാരോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്യാങ്ങിലുള്ള മുഴുവൻ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആരും അങ്ങോട്ട് ചെന്നിട്ട് വിളിച്ചൊന്നും ചെയ്യുന്ന പരിപാടിയില്ല. ഒന്നോ രണ്ടോ വട്ടം അവർ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്കൊണ്ട്, വേണമെങ്കിൽ ചെയ്തോ. മറ്റുള്ള വക്കീലന്മാർ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ചൂഷണമാണ്. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ കേസിൽ 2 പ്രതികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു പ്രതിയെ ഞാൻ ഇടപെട്ട കേസിലെ ആളാണ്. മറ്റേ ആൾക്ക് എന്നെ വിശ്വാസമില്ലായിരുന്നു, വിശ്വാസം പോയില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടും കുടുംബവും എല്ലാം വിറ്റ് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുക. കോടതിയിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. കോടതിയിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെ ശിക്ഷിക്കുമെന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ വക്കീലിന് കാര്യങ്ങൾ അറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് അവർ കോടതിയിൽ വാദിക്കുന്നു. അതല്ല, അതിന്റെ സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ വക്കീൽ കണ്ടെത്തേണ്ടതാണ്. അതിനുള്ള തെളിവുകളും സാക്ഷികളും ഇല്ലാഞ്ഞിട്ടല്ല, അവരെയൊക്കെ യഥാസമയം കോടതിയിൽ ഹാജരാക്കാൻ പറ്റാഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് സഹായിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ നമ്മളടുത്ത് വരില്ല. വന്നിട്ട് നമ്മളെന്തോ അവരെ മുതലാക്കാൻ നിൽക്കുന്ന പോലെ അവർക്ക് തോന്നുകയാണ്. അപ്പൊ അത്തരക്കാര് ജയിലിൽ പോയി കിടന്നെന്ന് പറഞ്ഞാൽ അവർ മുതലേ നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കും മക്കൾക്കും ആരും ഇല്ലാതായിട്ടോ ഞങ്ങൾക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? ആ മനസാക്ഷിയൊക്കെ എന്നോ പോയിക്കണ്. നമ്മുടെ സഹായിക്കുന്ന ആൾക്കാരെ സഹായിക്കേണ്ട ആവശ്യമേ നമുക്കുള്ളൂ. അവർ നമ്മോടൊപ്പം ഉണ്ടാവുന്ന ഉറപ്പും വേണം. കാരണം ഞങ്ങൾക്കും കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. അവരെ സംരക്ഷിക്കാനുള്ള ജോലിയും കാര്യങ്ങളും ചെയ്ത് മറ്റു കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്നതാണ് നമ്മൾ. അതിനിടയിൽ നമ്മുടെ മനസാക്ഷി കൊണ്ട്, മനസ്സുകൊണ്ട് ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരെ അതിൽ നിന്ന് പിടിച്ച് കരകയറ്റാൻ ഒരു കൈ സഹായിക്കാമെന്ന് കരുതിയിട്ടാണ് അവർ സമീപിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അവരെ മുതലെടുക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ സഹായിക്കേണ്ട, നമ്മുടെ സഹായം അവർക്ക് ആവശ്യമില്ലല്ലോ. അവരെ വിട്ടേക്കാണ് ചെയ്യുക. അവരെ പിന്നാലെ നമ്മൾ പോകാറില്ല. ഏത് കേസായാലും ഒരുപക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണ അല്ല, അവർ വിളിക്കട്ടെ, നമ്മൾ വിളിച്ചാൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലോ എന്ന് കരുതിയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. ഈ വീഡിയോയുടെ എൻഡിലും എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതങ്ങനെ കൊടുക്കാറുണ്ട്, എല്ലാവരോടും സംസാരിക്കാറുണ്ട്, എന്നെ വിളിക്കുന്നവരോടൊക്കെ സംസാരിക്കാറുണ്ട്. ഒരുപാട് കഥ പറയുന്നത്, ആവശ്യമില്ലാത്ത കഥ പറയുകയാണെങ്കിൽ ഞാൻ ഫോൺ വെക്കാറുണ്ട്. സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മിനിമം വേഴ്സ് മാക്സിമം കമ്മ്യൂണിക്കേഷൻ, അതാണ് എനിക്ക് താല്പര്യം. കാരണം പെട്ടെന്ന് വിളിക്കുക, കാര്യങ്ങൾ പറയുക, വിശദമായി സംസാരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ മാത്രം പിന്നീട് സമയം നമ്മൾ കണ്ടെത്തി അതിന് സംസാരിക്കുക, അല്ലെങ്കിൽ കാര്യം പറയുക, വെക്കുക. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. അങ്ങനെ അല്ലാത്തത് കൊണ്ട് ചിലരെയൊക്കെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, ഫോണ് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കും. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായി ബോധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരെന്ന് എനിക്കറിയാം. അവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം സന്തോഷമായി സമാധാനത്തോടെ കുടുംബം ഉണ്ടെങ്കിൽ കുടുംബത്തോടൊപ്പം ജീവിക്കണം, അതിന് സഹായിക്കണമെന്ന മനസ്സെനിക്കുണ്ട്. അതെല്ലാ നിലയിലുമുണ്ട്. അത് സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ അത് വെച്ച് മുതലെടുക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരട്ടെ, അയാൾ നമുക്കൊണ്ട് ചെയ്തു തരുമെന്ന് കരുതിയിട്ട് നിങ്ങൾ മൂലയിൽ കയറി ഇരിക്കുകയും ചെയ്യരുത്. രണ്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ വിവരം പറഞ്ഞത് കുറച്ച് പേരെ ഉദ്ദേശിച്ചിട്ടാണ്. ഈ വീഡിയോ ഞാൻ പിൻ ചെയ്ത് വെക്കും. അപ്പോൾ ഏതായാലും മറ്റുള്ളവരും അത് കാണട്ടെ, എല്ലാവരും കാണട്ടെ.
എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് മനസ്സിലാക്കി ആരോടും ദേഷ്യമോ വിദ്വേഷമോ പകയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിയമസഹായമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. Different angles. Don't forget to subscribe and support this channel.